നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ ഇറ്റാലിയൻ സീരിയയിലും ചാമ്പ്യന്മാരെ തീരുമാനിച്ചിരിക്കുന്നു. ബുണ്ടസ്ലീഗയിൽ ബയർ ലെവർക്യൂസൻ കിരീടം ചൂടി. ഇപ്പോഴിതാ ഇറ്റാലിയൻ സീരിയയില് ഇന്റർ മിലാൻ ചാമ്പ്യന്മാരാവുന്നു. ഇന്നലെ AC മിലാനെ 2-1 പരാജയപ്പെടുത്തിയതോടെയാണ് അവർ ഈ കിരീടം ഉറപ്പാക്കിയിരിക്കുന്നത്. ഇനിയും 4-5 മത്സരങ്ങൾ ബാക്കി നിൽക്കവെയാണ് ഈ കിരീടം ഉറപ്പിച്ചിരിക്കുന്നത്. കളിയിൽ 2-1 വിജയം. അസർബിയും തുറാമുമാണ് ഇന്റർ മിലാന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. ടൊമോഴി ഒരു ഗോൾ മിലാനായിട്ട് മടക്കിയെങ്കിലും കാര്യങ്ങൾ അവർക്ക് കൈപ്പിടിയിൽ നിന്നില്ല. മത്സരത്തിന്റെ അവസാനത്തിൽ 2 ടീമിലെ താരങ്ങൾക്കുമായിട്ട് 3 പേർക്ക് റെഡ് കാർഡ് ലഭിച്ച സംഭവവും ഉണ്ടായി. ഏതായാലും ഇപ്പോൾ സീരിയയിൽ കിരീടം ചൂടുന്നു. ഇപ്പോൾ നമ്മൾ പോയിന്റ് പട്ടികയിൽ കാര്യം വളരെ വ്യക്തമാണ്. ഇനിയിപ്പം ഇന്റർ മിലാനെ പിടിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. 33 കളികളിൽ നിന്ന് അവർക്ക് 86 പോയിന്റായി. ഇനി 5 കളികളെ ബാക്കിയുള്ളൂ. 33 കളികളിൽ നിന്ന് 69 പോയിന്റ് AC മിലാനുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ അതോടുകൂടി 20ാമത്തെ സീരിയ കിരീടമാണ് ഇപ്പോൾ ഇന്റർ മിലാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. AC മിലാന് 19 കിരീടങ്ങളാണെങ്കിൽ അവരെ മറികടന്നിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ ഈ സീസണിലും അവരെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ആ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് ആ ഒരു സെലിബ്രേഷനില് മാർക്കസ് തുറാം കാണിക്കുന്നത്. അദ്ദേഹം ആ കോർണർ ഫ്ലാഗിന് മുകളിൽ AC മിലാന്റെ കോർണർ ഫ്ലാഗിന് മുകളില് തന്റെ ഇന്റർ മിലാന്റെ ജേഴ്സി വെച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നില്ല. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്റർ മിലാനെ AC മിലാനെ മൂടിക്കഴിഞ്ഞു ഇന്റർ മിലാൻ എന്ന തരത്തിലാണ് അദ്ദേഹം അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കളി മാത്രമാണ് സീരിയയിൽ ഈ ഒരു സീസണിൽ പരാജയപ്പെട്ടിരുന്നത്. 20ാമത്തെ കിരീടത്തിലേക്ക് അവർ പോയി. ഇപ്പോൾ തന്നെ സെക്കൻഡ് പ്ലേസ്ഡ് ആയിട്ടുള്ള AC മിലാനേക്കാൾ 17 പോയിന്റിന് അവർ മുന്നിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അതായത് കംപ്ലീറ്റ് ഡൊമിനേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി മാർക്കസ് തുറാമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു ഫ്രീ ട്രാൻസ്ഫർ ആയിട്ടാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ അദ്ദേഹം ടീമിലേക്ക് വരുന്നത്. ലൗട്രോ മാർട്ടിനസിന്റെ പാർട്ണറായിട്ട് മാറുന്നു. രണ്ടുപേരും കൂടി 35 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് അടിച്ചു കൂട്ടിയത് ഈ സീരിയയിൽ. അതില് ലൗട്രോ മാർട്ടിനസ് ആണ് ലീഗിലെ ടോപ്പ് സ്കോറർ. ഈ സീസൺ എന്ന് പറഞ്ഞാൽ ലൗട്രോ മാർട്ടിനസ് പൊളിച്ചടുക്കിയ സീസണാണ്. 23 ഗോളുകളുമായിട്ട് അദ്ദേഹം ഈ സീസണിൽ മിന്നിക്കത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 23 ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാമതുള്ള യുവന്റസിന്റെ ഡ്യൂസൻ വ്ലഹോവിച്ചിന് 16 ഗോളുകൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആധിപത്യമാണ്. 33 കളികൾ, 27 വിജയം, 5 സമനില, ഒരേ ഒരു തോൽവി, 86 പോയിന്റ് കൊണ്ട് ഇന്റർ മിലാൻ ഇതാ സീരിയയിലെ കിരീടം ചൂണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.